തിയേറ്റർ സ്റ്റഡീസിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്ന ഗ്ലോബ് തിയേറ്റർ ആണ്. ഗ്ലോബ് തിയേറ്റർ 1599 വില്യം ഷേക്സ്പിയറിൻ്റെ പ്ലേയിങ് കമ്പനി ആയിട്ടുള്ള ദി ലോർഡ് ചേംബർലെസ് മെൻ ആണ് ബിൽഡ് ചെയ്തത്. ഇറ്റ് ബിക്കെയിം വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് തിയേറ്റേഴ്സ് ഓഫ് ദി എലിസബീതൻ ഇറ. പിന്നെ എലിസബീതൻ ആ ഒരു സമയത്ത് എലിസബീതൻ ഏജിൽ ആ സമയത്ത് ഗോൾഡൻ ഇറ ഓഫ് ഡ്രാമ, ഇംഗ്ലീഷ് ഡ്രാമ എന്നായിരുന്നു വിളിച്ചിരുന്നത്. പിന്നെ ഈ ഗ്ലോബ് തിയേറ്റർ എന്ന് പറയുന്നത് റിവർ തെംസിൻ്റെ, ലണ്ടനിലുള്ള റിവർ തെംസിൻ്റെ സൗത്ത് ബാങ്കിൽ അവിടെ ആയിരുന്നു ലൊക്കേറ്റ് ചെയ്തിരുന്നത്. ഈ ഗ്ലോബ് തിയേറ്ററിനകത്ത് ഷേക്സ്പിയറിൻ്റെ തന്നെ ഗ്രേറ്റസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഹാംലെറ്റും ഒഥല്ലോയും മാക്ബത്തും കിങ് ലെയറും അവിടെയാണ് പ്ലേ ചെയ്തിരുന്നത്. ഒരു ഓപ്പൺ എയർ സർക്കുലർ ഡിസൈനിലുള്ള തിയേറ്റർ ആയിരുന്നു. ഓഡിയൻസസ് എന്ന് പറയുമ്പോൾ എല്ലാ ക്ലാസ്സസിലുള്ള ആളുകൾ ഇത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതായത് എല്ലാ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി എന്നുള്ളവരും ഇത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആ സ്റ്റേജ് ഗ്ലോബ് തിയേറ്ററിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് മുറ്റത്തോട്ട് അല്ലെങ്കിൽ ആ യാർഡിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ആക്ടേഴ്സും ഓഡിയൻസും തമ്മിലൊരു ക്ലോസ് ഇൻട്രാക്ഷൻ ഹാപ്പൻ ചെയ്യുമായിരുന്നു. ആൻഡ് 3000 സ്പെക്ടേറ്റേഴ്സിന് അതായത് ഒരേ സമയം ഇരിക്കാമായിരുന്നു. ആൻഡ് കോമണേഴ്സിന് പെന്നി കൊടുത്തിട്ട് വേണം അവിടെ ഓപ്പൺ യാർഡിൽ നിന്നുകൊണ്ട് വേണം അവർ പെർഫോമൻസ് വാച്ച് ചെയ്യാൻ. അപ്പർ ക്ലാസ് പീപ്പിൾ ഗാലറി സീറ്റ് എല്ലാം പേ ചെയ്ത് അവിടെ ഇരിക്കും. അപ്പോൾ ആ തിയേറ്ററിൻ്റെ ആ ഒരു ക്ലാസ് പോപ്പുലാരിറ്റിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആൻഡ് ഈ ഗ്ലോബിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ്. അത് ഷേക്സ്പിയറിൻ്റെ തന്നെ ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ള വർക്കിനകത്ത് പ്ലേക്കകത്ത് ജാക്കസ് അല്ലെങ്കിൽ മെലങ്കളി ജാക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഈ ഒരു ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പോവം പറയുന്നത്. ഓക്കെ, ഈ വേൾഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ആണ്. അപ്പോൾ അതാണ് ഗ്ലോബ് തിയേറ്ററിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഇൻ 1613. അതായത് ഹെൻറി ദി 8th എന്നുള്ള പ്ലേ പെർഫോം ചെയ്ത സമയത്താണ് ഒരു തീപിടുത്തത്തിൽ അത് നശിച്ചുപോയി. 1614 അതിനെ റീബിൽഡ് ചെയ്തു. ആൻഡ് പിന്നീട് പ്യൂരിറ്റൻസ് വന്നപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്യൂരിറ്റൻസ് ഒക്കെ വന്ന സമയത്ത് 1642 ഈ തിയേറ്റേഴ്സ് എല്ലാം ക്ലോസ് ചെയ്തു. ആൻഡ് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തിയേറ്ററിക്കൽ പെർഫോമൻസുകൾ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഗ്ലോബ് സിംബലൈസ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിൻ്റെ കൾച്ചറൽ ആൻഡ് ആർട്ടിസ്റ്റിക് ഐഡൻറ്റിറ്റിയാണ്. ആക്ടേഴ്സിനും മ്യൂസീഷ്യൻസിനും പ്ലേ റൈറ്റ്സിനും എല്ലാം ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുത്തതാണ് ഗ്ലോബ് തിയേറ്റർ. ആൻഡ് ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ യുണീക്കാണ്. ആൻഡ് ഡേ ലൈറ്റിലാണ് പ്ലേസ് എല്ലാം പെർഫോം ചെയ്തിരുന്നത്. കാരണം നാച്ചുറൽ ലൈറ്റും വളരെ മിനിമം ആയിട്ടുള്ള സീനറി വെച്ചിട്ടുമാണ് ഇവർ പെർഫോം ചെയ്തിരുന്നത്. ഓഡിയൻസസ് അതായത് വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ളൊരു തിയേറ്റർ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ആൻഡ് ഷേക്സ്പിയർ ഗ്ലോബ് തിയേറ്റർ 1997 ലണ്ടനിൽ റിവൈവ് ചെയ്തെടുത്തിരുന്നു. പിന്നെ ആ ഒരു ഷേക്സ്പിയറിൻ്റെ ലെഗസിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്പാനിഷ് ട്രാജഡിയാണ്. സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്നത് ഇറ്റ് വാസ് റിട്ടൺ ബൈ തോമസ് കിഡ്. അതൊരു റിവെഞ്ച് ട്രാജഡിയാണ്. അതിൻ്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ സ്പാനിഷ് ട്രാജഡി ഓർ ഹൈറോണിമോ ഈസ് മാഡ് അഗെയിൻ. അപ്പം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിനെയും ഒഥല്ലോയൊക്കെ ഈ ഒരു പ്ലേ എന്ത് ചെയ്തിരുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് റിവെഞ്ചും ജസ്റ്റിസും മാഡ്നസ്സും ആണ്. ഹൈറോണിമോ എന്നാണ് ഇതിൻ്റെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകൻ കൊല്ലപ്പെടുന്നു. അതിനുവേണ്ടി അദ്ദേഹം റിവെഞ്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്ലേക്കകത്തും നമ്മുടെ ഹാംലെറ്റ് എന്നുള്ള പ്ലേ പോലെ ദ പ്ലേ വിത്തിൻ എ പ്ലേ ഉണ്ട്. അതായത് സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഹാംലെറ്റ്, അതായത് അച്ഛനെ കൊന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ അങ്കിളും അമ്മയാണോ എന്നറിയാൻ വേണ്ടി ഹാംലെറ്റ് ഇതിനകത്ത് മൗസ് ട്രാപ്പ് എന്നും പറഞ്ഞ് ഹാംലെറ്റ് എന്നുള്ള പ്ലേക്കകത്തൊരു നാടകം കളിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച്, ക്യാരക്ടേഴ്സിൻ്റെ മുമ്പിൽ വെച്ച്. അപ്പോൾ സത്യം തെളിയാൻ വേണ്ടി, സത്യം ഉള്ളതാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അച്ഛൻ ആ മരണപ്പെട്ട സീനും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ഒന്നും കൂടെ റീപ്രസെൻറ്റ് ചെയ്യുവാണ് ഇൻ ദ ഫോം ഓഫ് എ ഡ്രാമ. അപ്പം അത് സത്യം അറിയാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഈ സ്പാനിഷ് ട്രാജഡി എന്നുള്ള പ്ലേക്കകത്തും നമ്മുടെ ഹൈറോണിമോ ഒരു പ്ലേ ചെയ്യുന്നുണ്ട്. അതിനാണ് പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഇതിനകത്ത് അത് മാത്രമല്ല റിവെഞ്ച് ഡ്രാമ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് സെനേക്കൻ പ്ലേ റൈറ്റ്, സെനേക്ക എന്നുള്ള പ്ലേ റൈറ്റിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സെനേക്കൻ ഡ്രാമാസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് സെനേക്കയുടെ ഡ്രാമ എന്ന് പറയുന്നത് ഭയങ്കര വയലൻസും ബ്ലഡ് ഷെഡും നല്ല രീതിയിൽ ക്രൂവലായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യും. അപ്പം മിക്കവാറും ഉള്ള സെനേക്കൻ ഡ്രാമാസ് എന്ന് പറയുന്നത് സ്റ്റേജിൽ നമുക്ക് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു മോഡലിലാണ് എന്ത് ചെയ്തേക്കുന്നത്, സ്പാനിഷ് ട്രാജഡി ചെയ്തേക്കുന്നത്. റിവെഞ്ചും സൂപ്പർ നാച്ചുറൽ എലമെൻസും ഗോസ്റ്റ്, റിവെഞ്ച് എന്നുള്ളതൊരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കഥയെന്ന് പറയുന്നത്. അതായത് ഹൈറോണിമ എന്ത് ചെയ്യാണ്, ലാസ്റ്റ് രാജാവിനെയും ബാക്കിയുള്ള എല്ലാവരെയും അങ്ങ് എന്ത് ചെയ്യാണ്, കൊല്ലുവാണ് ചെയ്യുന്നത് ഈ പ്ലേ ഹാപ്പൻ ചെയ്തതിന് ശേഷം. ആൻഡ് വയലൻസും ഹൊററും സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റുമാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡോൺ ആൻഡ്രിയ എന്നുള്ള ക്യാരക്ടറിൻ്റെ ഗോസ്റ്റാണ് വരുന്നത്. പിന്നെ
എന്താണ് റിവെഞ്ചും ഗോസ്റ്റും ബ്ലഡ് ഷെട്ടുമാണ് ഇതിനകത്ത് ഉള്ളത്. ഇപ്പം ഹൈറോണിമോ ഇതിനകത്ത് മാഡ്നെസ് ഒക്കെ മാഡ് ആവുന്നുണ്ട്. അതായത് മകൻ മരിച്ചതിന് ശേഷം, അതായത് ഇദ്ദേഹം കിങ്ങിൻ്റെ അടുത്ത് ജസ്റ്റിസ് വേണമെന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും ഇദ്ദേഹത്തിനെ സഹായിച്ചില്ല. സോ ആ ഒരു ജസ്റ്റിസ് സൊസൈറ്റിയിൽ കിട്ടാതിരുന്നതിൻ്റെ ആ ഒരു സംഭവം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെന്താണ്, സെനേക്കയുടെ തീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവെഞ്ചും ഗോസ്റ്റും ഒക്കെയാണ്. അത് തന്നെയാണ് തോമസ് കെഡി ഈ ഒരു വർക്കിനകത്തും ചെയ്തിരിക്കുന്നത് കേട്ടോ. പൊളിറ്റിക്കൽ കറപ്ഷനെയും അല്ലെങ്കിൽ ഇതൊരു റിവെഞ്ച് ട്രാജഡി ആയിട്ടും ഇത് മാറുന്നുണ്ട്. ഇനി ലാംഗ്വേജ് ഇൻ വിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റിൻ കുത്തിയാട്ടം കുത്തിയാട്ടം എന്നുള്ളത് ഒരു ഓൾഡസ്റ്റ് ലിവിങ് തിയേറ്റർ ട്രഡീഷനാണ്. കേരളത്തിലാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സാൻസ്ക്രിറ്റ് തിയേറ്റർ ഫോം ഓഫ് കേരളയാണ്. അത് ടെമ്പിൾ തിയേറ്റേഴ്സ്, അതായത് കൂത്തമ്പലത്തിലാണ് കുത്തിയാട്ടം പ്ലേ ചെയ്യുന്നത്. ഫീമെയിൽ റോൾസ് ഇൻ കുത്തിയാട്ടത്തിലെ ഫീമെയിൽ റോൾസ് എന്ന് പറയുന്നത് ട്രഡീഷണലി പെർഫോംഡ് ബൈ നങ്ങിയാർ വുമൺ ആണ്. നങ്ങിയാർ കാസ്റ്റിലുള്ള സ്ത്രീകളാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഈ ഫീമെയിൽ പെർഫോമേഴ്സ് സാൻസ്ക്രിറ്റ് എന്നുള്ള ലാംഗ്വേജിലല്ല സംസാരിക്കുന്നത്, പ്രാകൃത് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. മെയിൽ ആക്ടേഴ്സ് സാൻസ്ക്രിറ്റ് യൂസ് ചെയ്യും. ഫീമെയിൽ ക്യാരക്ടേഴ്സ് പ്രാകൃത് ഡയലക്റ്റിലാണ് സംസാരിക്കുന്നത് കേട്ടോ. പ്രാകൃതം എന്ന് പറയുന്നത് കോമൺ പീപ്പിളിന്റെ ലാംഗ്വേജ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഫീമെയിൽ സ്പീച്ചിനെ കുറച്ചുകൂടി നാച്ചുറൽ ആൻഡ് ഇമോഷണൽ ആക്കി മാറ്റുന്നു. ഫീമെയിൽ ആർട്ടിസ്റ്റ് ബിലോങ്സ് ടു നങ്ങിയാർ കമ്മ്യൂണിറ്റി ഓഫ് അമ്പലവാസി കാസ്റ്റ്. കുത്തിയാട്ടത്തിനകത്ത് ഡ്രാമ, ഡാൻസ്, മൈം ഇതെല്ലാം ഉണ്ട്. സാൻസ്ക്രിറ്റും പ്രാകൃത് ഡയലോഗ്സും വരുന്നുണ്ട്. പിന്നെ നാട്യശാസ്ത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പെർഫോമൻസ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അഭിജ്ഞാന ശാകുന്തളത്തിനെ ബേസ് ചെയ്തിട്ടും സ്വപ്നവാസവദത്തത്തിന് ആ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ ഈ പിന്നെന്താണ് കുത്തിയാട്ടം കളിക്കുന്നുണ്ട്. ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാകൃത ലാംഗ്വേജ് ആയിട്ട് ഓഡിയൻസിനാണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. ഈ നങ്ങിയാർ വുമൺ സോളോ ആയിട്ട് ഇതിനകത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. അതിനെ നങ്ങിയാർ കൂത്തെന്നാണ് വിളിക്കുന്നത് കേട്ടോ. അത് എൻറ്റയർലി പ്രാകൃത ലാംഗ്വേജിലാണ്. പിന്നെ ഫീമെയിൽ റോൾസ് ആയിട്ടുള്ള ശകുന്തള, അതൊക്കെ മേജർ എക്സാമ്പിൾസ് ആണ് ഇതിനകത്ത് വരുന്നത് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നതിനകത്ത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർട്ടിൽ എസ്ലിൻ ആരാണ്? മാർട്ടിൽ എസ്ലിൻ എന്ന് പറയുന്നത് ഒരു തിയേറ്റർ ക്രിട്ടിക്കും സ്കോളറും പ്രൊഡ്യൂസറുമാണ്. അദ്ദേഹമാണ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് എന്നുള്ള ടേം കോയിൻ ചെയ്തത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ദ തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്. 1961 അത് ഇറക്കിയത് അദ്ദേഹം. അത് പോസ്റ്റ് വേൾഡ് വാർ II ഡ്രാമ, അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ആണ് ദ തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് ഡ്രമാറ്റിസ്റ്റിന്റെ വർക്കിനെ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യുവാണ്. ആ ഡ്രമാറ്റിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ സാമുവൽ ബെക്കറ്റ് ഉണ്ട്, യുജീൻ ഇനസ്കോ ഉണ്ട്, ഹെറോൾഡ് പിൻഡർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ അബ്സേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേം ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ്? മീനിങ്ലെസ്നെസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അബ്സേർഡ് തിയേറ്ററിനെ മോഡേൺ ലൈഫിലുള്ള കൺഫ്യൂഷനും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുമുണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ വർക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് പ്ലോട്ടിൽ നിന്ന് ഹ്യൂമൻ കണ്ടീഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയാണ് ലോൺലിനെസ് ആയിട്ട് അല്ലെങ്കിൽ ലോൺലി ആയിട്ട് മാറുന്നത്. ആൻഡ് എസ്പെഷ്യലി വേൾഡ് വാർ II ശേഷം എന്താണ് പറയുന്നത്, നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് കുറച്ച് ഡിസൊല്യൂഷൻഡ് ആയിട്ട് മാറി. അതായത് കുറച്ച് എന്താ പറയുക, കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാറി. സോ ആ ആൻസൈറ്റിയും കൺഫ്യൂഷനും ഒക്കെയാണ് ഈ അബ്സേർഡ് തിയേറ്റർ അല്ലെങ്കിൽ അബ്സേർഡ് വർക്ക്സിനകത്ത് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്ലോട്ടിനായിരിക്കത്തില്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഒരു ലോജിക്കും കാണത്തില്ല, കുറച്ച് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇമ്പോർട്ടൻസ്. കമ്മ്യൂണിക്കേഷനും വളരെ ലിമിറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ മിനിമൽ ആയിരിക്കും. ഡയലോഗ്സ് ഒക്കെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് എക്സ്പെരിമെൻ്റൽ തിയേറ്റർ ആണ് കേട്ടോ. ആൻഡ് ഇദ്ദേഹം ആർട്ടിൽ എസ്ലിൻ BBC റേഡിയോയുടെ ഡ്രാമ ഹെഡായിട്ടൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക, നമ്മുടെ സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നതാണ് ഒരു അബ്സേർഡ് ഡ്രാമയ്ക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ് മെറ്റാ തിയേറ്റർ അല്ലെങ്കിൽ മെറ്റാ ഡ്രാമ എന്ന് പറയുന്നത് തിയേറ്റർ അബൌട്ട് തിയേറ്റർ ഇറ്റ് സെൽഫ്. ലിയോണൽ ഏബൽ എന്ന് പറഞ്ഞ ഒരാളാണ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1963. അതായത് പ്ലേസ് ദാറ്റ് റിഫ്ലെക്ട്സ് അപ്പോൺ ദെയർ ഓൺ തിയേറ്ററിക്കൽ നേച്ചർ. മെറ്റാ തിയേറ്ററിനകത്ത് പ്ലേ എന്ന് പറയുന്നത് അതായത് ഒരു നാടകത്തിനകത്തൊരു നാടകം അല്ലെങ്കിൽ എന്താ പറയുക, നാടകത്തിനകത്ത് നാടകത്തിനെ കുറിച്ച് പറയുന്നു. ഫോർ എക്സാമ്പിൾ ഈ മെറ്റാ തിയേറ്ററിന് എക്സാമ്പിൾ നമ്മുടെ ഉദയനാണ് താരം എന്നുള്ള ഫിലിം, അതിനകത്ത് അതൊരു സിനിമയാണ്, അതിനകത്ത് സിനിമയെക്കുറിച്ച് പറയുന്നു. അതൊരു കൈൻഡ് ഓഫ് മെറ്റാ ഫിലിം അല്ലെങ്കിൽ മെറ്റാ തിയേറ്ററിക്കൽ ആയിട്ടുള്ളൊരു ഫിലിമിന് എക്സാമ്പിളാണ്. സോ കോമൺ ഡിവൈസ് എന്ന് വെച്ചാൽ പ്ലേ വിത്തിൻ എ പ്ലേ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഓഡിയൻസിനെ ചിലപ്പോൾ അഡ്രസ്സ് ചെയ്തിരിക്കും, റോൾ പ്ലേയിങ് കാണും. ഓക്കെ, അപ്പോൾ പെർഫോമൻസിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ നല്ലപോലെ കിട്ടും. മെറ്റാ തിയേറ്റർ ഷേക്സ്പിയർ യൂസ് ചെയ്തിരിക്കുന്ന ഇതിനകത്തൊക്കെയാണ് ഹാംലെറ്റിനകത്ത്, പിന്നെ കിങ് ലെയറിനകത്ത്, മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിനകത്തും ഒക്കെ. ഹാംലെറ്റ് എന്നുള്ള വർക്കിനകത്ത് ആ പ്ലേ വിത്തിനെ പ്ലേയുടെ പേരെന്താണ്? ദ മൗസ് ട്രാപ്പ് എന്നാണ്. മെറ്റാ തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ ഫിക്ഷനും റിയാലിറ്റിയും തമ്മിലുള്ള ബൗണ്ടറി എക്സ്പ്ലോർ ചെയ്യുന്നു. ക്യാരക്ടേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അവരുടെ അവരുടെ റോള് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നു. ദേ വിൽ ബി അവെയർ ഓഫ് ദെയർ റൂൾസ്. അതായത് അവർ ആ റോൾ പ്ലേ ചെയ്യുകയാണെന്നുള്ളൊരു അവെയർനെസ് അവരുടെ മൈൻഡിൽ കാണും. പിന്നെ
യുജീൻ പിരൻഡാലയുടെ 6 ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് എൻ ഓതർ എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അനദർ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മെറ്റാ തിയേറ്റർ ഹ്യൂമർ അല്ലെങ്കിൽ ഫിലോസഫിയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതൊരു പോസ്റ്റ് മോഡേൺ, അതായത് ഇച്ചിരി മോഡേണിസ്റ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ജോണറാണ് മെറ്റാ തിയേറ്റർ എന്ന് പറയുന്നത്. ആക്ടറും ക്യാരക്ടറും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻസ് എല്ലാം ഇത് എന്താ പറയുക ബ്ലർ ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഷേക്സ്പിയറിൻ്റെ ഒരു കോട്ടാണ്. ഗ്ലോബ് തിയേറ്ററിൻ്റെ മോട്ടോയും കൂടിയാണത്. സോ അത് ഒരു മെറ്റാ തിയേറ്ററിക്കൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മോട്ടോയാണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹയവദന എന്നുള്ള പ്ലേ ആണ്. ഇറ്റ് ഇസ് എ പ്ലേ റിട്ടൺ ബൈ ഗിരീഷ് കർണാഡ്. അതൊരു കന്നഡ പ്ലേ ആണ്. 1971 ഗിരീഷ് കർണാഡ് അത് എഴുതിയത്. മോസ്റ്റ് സെലിബ്രേറ്റഡ് വർക്കാണ്. ഇതിനകത്ത് മിത്ത്, ഫോക്ലോർ, മോഡേൺ തീംസ് വരുന്നുണ്ട്. ഹയവദന എന്ന് വെച്ചാൽ ഹോഴ്സ് ഫേസ്ഡ് മാൻ എന്നാണ്. തോമസ് മാനിൻ്റെ ദ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്നുള്ള ഈ ഒരു വർക്കിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് കൊണ്ടുവന്നൊരു പ്ലേ ആണ് ഈ ഒരു ഹയവദന എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റ് കൊളോണിയൽ ഐഡന്റിറ്റിയും അതെല്ലാം കാണാൻ സാധിക്കും. പത്മിനി, ദേവദത്ത, കപില ഈ 3 പേരിലെ ചുറ്റുപറ്റിയാണ് ഈ പ്ലോട്ട് നടക്കുന്നത്. പത്മിനി, ദേവദത്ത, കപില ഈ 3 ക്യാരക്ടേഴ്സും റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്റലക്ട്, ബോഡി ആൻഡ് ഡിസയർ ആണ്. ആൻഡ് ഈ ദേവദത്തയുടെയും കപിലയുടെയും തല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സിഡന്റലി സ്വിച്ച്ഡ് ആയി. സോ അവരുടെ ഐഡന്റിറ്റി, ഇൻഡിവിജ്വലിറ്റി അങ്ങനെ അവർ നേരിടുന്ന ചലഞ്ചസ് ആണ് ആ കഥയ്ക്കകത്ത്, ആ പ്ലേക്കകത്ത് പറഞ്ഞു പോകുന്നത്. കർണാട് യക്ഷഗാന അല്ലെങ്കിൽ ഫോക്ക് തിയേറ്റർ ടെക്നിക്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്യൂഷനാണ്, ട്രഡീഷണൽ പ്ലസ് മോഡേൺ ഫ്യൂഷനാണ് ഈ പ്ലേക്കകത്തുള്ളത്. പിന്നെ ഭഗവത അല്ലെങ്കിൽ ഭാഗവതയാണ് ഇതിനകത്ത് നറേറ്റർ എന്ന് പറയുന്നത്. അയാൾ തന്നെയാണ് ഇതിനകത്ത് കോറസ്. പ്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ക്യാരക്ടർ ഹയവദന എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കംപ്ലീറ്റ്നെസ് വേണം, പക്ഷെ അയാൾ ഹാഫ് ഹോഴ്സ് ആയിട്ട് നിൽക്കുവാണ്. ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ്സിനെ കുറിച്ചും ഹ്യൂമൻ ലൈഫിൽ മീനിങ്ങിൻ്റെ സെർച്ചിനെ കുറിച്ചൊക്കെയാണ് ഇത് പറഞ്ഞ് പോകുന്നത്. ഇതിനകത്ത് മെറ്റാ തിയേറ്ററിക്കൽ എലിമെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഹയവദനയ്ക്കകത്ത് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, സിംബലിസം ഉണ്ട്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ഗിരീഷ് കർണാഡ് ഹിംസെൽഫ് ആണ്. ആൻഡ് ഇന്ത്യൻ മോഡേൺ തിയേറ്റർ മൂവ്മെന്റിന്റെ ഒരു ഭാഗമാണ് ഹയവദന എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പിന്നെന്താണ് ഹയവദന എന്നുള്ള പ്ലേക്ക് സംഗീത നാടക അക്കാദമി അവാർഡും കമലാദേവി ചതോപദയ അവാർഡും കിട്ടിയിട്ടുണ്ട്. വാട്ട് ഇസ് എ ട്രാജിക് ഫ്ലോ? ട്രാജിക് ഫ്ലോ എന്ന് വെച്ചാൽ ഹമേർഷ്യ. അതെന്ന് വെച്ചാൽ ഒരു ട്രാജിക് ഹീറോയിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റിനെയാണ്, അയാളുടെ ക്യാരക്ടറിലുള്ള ഡിഫക്റ്റിനെയാണ് ഹമേർഷ്യ അല്ലെങ്കിൽ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ആ ഹീറോയുടെ ഡൗൺഫോളിന് കാരണമാക്കുന്ന ഓഡിയൻസിൻ്റെ ഉള്ളിൽ പിറ്റി അല്ലെങ്കിൽ ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു ഫിയർ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന ആ ഒരു ക്യാരക്ടറിലുള്ള നെഗറ്റീവ് ഷെയ്ഡിനെയാണ് ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ പൊയറ്റിക്സ് എന്നുള്ള വർക്കിനകത്താണ് ഇത് വരുന്നത്, ഈ ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ആണ്, ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ആ ഹീറോയെ ഹ്യൂമൻ ബീയിങ് ആക്കി അല്ലെങ്കിൽ കുറച്ചും കൂടെ റിലേറ്റബിൾ ആക്കി മാറ്റുന്നത്. ഈഡിപ്പസ് റെക്സ് എന്നുള്ള സോഫോക്ലസിന്റെ പ്ലേക്കകത്ത് ഈഡിപ്പസിന്റെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് പ്രൈഡാണ്. ഹാംലെറ്റിന്റെ ഫ്ലോ, നെഗറ്റീവായിട്ടുള്ളൊരു ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? അയാൾ ആവശ്യമില്ലാതെ ഇങ്ങനെ കാര്യങ്ങൾ ഡിലേ ചെയ്ത് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അയാൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അതാണ് അയാളുടെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്, ഒരു ഇൻഡിസിഷൻ. മാക്ബത്തിന്റെ ഫ്ലോ എന്ന് പറയുന്ന അംബീഷനാണ്. അതായത് രാജാവിനെയും ബാക്കിയുള്ള എല്ലാവരെയും ഇദ്ദേഹം കൊല്ലുന്നതെന്ന് വെച്ചാൽ അംബീഷനായ അല്ലെങ്കിൽ എന്താണ് ആ രാജാവിൻ്റെ ആ ഒരു പൊസിഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ്. കിങ് ലയറിന്റെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്ന മക്കളോടുള്ള അഗാധമായ ആ ഒരു ബ്ലൈൻഡഡ് ലവ്, അതാണ് കാണിക്കുന്നത്. സോ ഈ ഒരു ട്രാജിക് ഫ്ലോ കാരണമാണ് നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രക്ഷനിലോട്ട് പോകുന്നത്. ഇതാണ് ഇവിടെ ഒരു ഡ്രമാറ്റിക് ഐറണി കൊണ്ടുവരുന്നത്. ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ട് ഹീറോ ഡിസ്ട്രക്ഷനിൽ പോകുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ അരിസ്റ്റോട്ടിൽ ഹമേർഷ്യയും കഥാർസിസിനും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കഥാർസിസ്? കഥാർസിസ് എന്ന് പറയുന്നത് ഇമോഷൻസിന്റെ ഒരു കൈൻഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ട്രാജിക് ഫ്ലോ എന്ന് വെച്ചാൽ പ്യുവർലി ഈവിൾ അല്ല, ആ ഒരു എന്താ പറയുക ഒരുപാട് ഗുഡ് ട്രേറ്റ്സ് ഒരു ക്യാരക്ടറിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വരുമ്പോൾ അയാൾക്ക് ഒരു ചെറിയൊരു കാര്യം നെഗറ്റീവായിട്ട് വേണ്ട, അതിനെയാണ് നമ്മൾ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. ഈ ഒരു ട്രാജിക് ഫ്ലോ ആണ് അനഗ്നോറിസിസ് ആൻഡ് പെരിപ്പിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നത്. അനഗ്നോറിസിസ് എന്ന് വെച്ചാൽ എന്താണ്? റെക്കഗ്നീഷൻ. പെരിപ്പിറ്റിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. അതായത് നമ്മളൊരു കാര്യം പെട്ടെന്നാണ് അതായത് ഒരു ആൾ ഭയങ്കര റിച്ചാണ്, അയാൾ പെട്ടെന്ന് മാറി പൂറാവുന്നു, അല്ലെങ്കിൽ ഒരാൾ പൂറാണ് അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് റിച്ച് ആവുന്നു, അതാണ് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് പെരിപ്പിറ്റിയ. അനഗ്നോറിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റെക്കഗ്നീഷൻ. അതായത് ഒരു കാര്യം പെട്ടെന്ന് അയാൾക്ക് വെളിവാവുകയാണ് ആ ഒരു ക്യാരക്ടറിന്, അതിനെയാണ് അനഗ്നോറിസിസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഹൂ ട്രാൻസ്ലേറ്റഡ് അഭിജ്ഞാന ശാകുന്തള ഇൻറ്റു ഇംഗ്ലീഷ്.
അത് അഭിജ്ഞാന ശാകുന്തളത്തിലെ കാളിദാസന്റെ പ്ലേ ആണ് അഭിജ്ഞാന ശാകുന്തള. അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വില്യം ജോൺസ് ആണ് 1789 തിരക്കഗ്നീശ്വര ശകുന്തള എന്നാണ് അതിനെ പറയുന്നത്. വില്യം ജോൺസ് അതിന് ടൈറ്റിൽ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശകുന്തള ഓർ ദി ഫേറ്റൽ റിംഗ് എന്നാണ്. റിംഗ് വെച്ചിട്ടാണ് ആരാരെ തിരിച്ചറിയുന്നത്, നമ്മുടെ ദുഷ്യന്തൻ ശകുന്തളയെ ലാസ്റ്റ് തിരിച്ചറിയുന്നത്. സോ ദ ഫേറ്റൽ റിംഗ്. അപ്പം ഇന്ത്യൻ ലിറ്ററേച്ചറിനെ യൂറോപ്പിലോട്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റഡ് വർക്കാണ് വില്യം ജോൺസിന്റെ ഈ ഒരു ശകുന്തള അല്ലെങ്കിൽ ദ ഫേറ്റൽ റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ബംഗാളിലെ മാനുസ്ക്രിപ്റ്റിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് ട്രാൻസ്ലേഷൻ നടത്തിയിരുന്നത്. വില്യം ജോൺസൺ ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റും ബംഗാളിലുള്ള ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ഫൗണ്ടറും കൂടിയാണ്. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ലവ്, സെപ്പറേഷൻ, ഡിവൈൻ യൂണിയൻ ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കാളിദാസിന്റെ ലിറിക്കൽ ലാംഗ്വേജിനെയും പോയറ്റിക് ഇമേജറിയൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് വേർഷനകത്ത് കാളിദാസനെ ഒരു ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലോട്ട് ഇദ്ദേഹം മാറ്റിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് മെഡിയ എന്നുള്ളത് യൂറിപ്പിഡസിന്റെ പ്ലേ ആണ്. അതൊരു ഗ്രീക്ക് ട്രാജഡിയാണ് മെഡിയ എന്ന് പറയുന്നത്. സിറ്റി ഡൈനീഷ്യ ഫെസ്റ്റിവലിൽ ഏതൻസിൽ വെച്ചിട്ടാണ് ഈ പ്ലേ ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. മെഡിയയുടെയും ജേസന്റെയും മിത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പ്ലേ ചെയ്തിരിക്കുന്നത്. മെഡിയ എന്ന് പറയുന്നത് ഒരു സോർസറസ് ആണ്. അവള് ജേസണിനെ ഹെൽപ്പ് ചെയ്യുന്നു ടു വിൻ ദി ഗോൾഡൻ ഫ്ലീസ്. ലേറ്റർ ജേസൺ എന്ത് ചെയ്യാണ്, മെഡിയെ ബിട്രേ ചെയ്തിട്ട് വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. റിവെഞ്ചിൽ മെഡിയ എന്ത് ചെയ്യാണ്, ആ സ്ത്രീയെ കൊല്ലുന്നു. അതായത് ജേസൺ കല്യാണം കഴിച്ച സ്ത്രീയെ കൊന്നിട്ട് ആൻഡ് അവരുടെ കുട്ടികളെയും കൊല്ലുന്നു. അപ്പോൾ പാഷൻ, റിവെഞ്ച്, ബിട്രയൽ ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒരു കോംപ്ലക്സ് ആയിട്ടൊരു ഫീമെയിൽ പ്രൊട്ടാഗണിസ്റ്റ് ആണ് മെഡിയ ഇതിനകത്ത്. അപ്പം യൂറിപ്പിഡസ് ഇതിനകത്ത് ബോത്ത് വിക്റ്റിമായിട്ടും വില്ലനായിട്ടുമാണ് മെഡിയെ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഫീമെയിൽ റേജും ദേഷ്യവും എലിനേഷനും ഒക്കെ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് വരുന്നതെന്നും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ആൻഡ് പ്ലേ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിയ ഒരു എസ്കേപ്പ് ചെയ്യുവാണ്, സൺ ഗോഡ് ആയിട്ടുള്ള ഹീലിയസിന്റെ ചാരിയറ്റിൽ എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് മിത്തോളജിക്കൽ ആൻഡ് ഹ്യൂമൻ എലമെന്റ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ലിറ്ററൽ മീനിങ് ഓഫ് ഡ്യൂസ് എക്സ് മെഷീന. ഡ്യൂസ് എക്സ് മെഷീന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ഫ്രം ദ മെഷീൻ. അതൊരു ലാറ്റിൻ വേർഡാണ്. ഏൻഷ്യൻ ഗ്രീക്ക് തിയേറ്ററിൽ ഒറിജിനേറ്റഡ് ആയിട്ടുള്ളൊരു വേർഡാണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു പ്ലേക്കകത്ത് ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഒക്കെ ടുവേർഡ്സ് ദി എൻഡ് ഹാപ്പൻ ചെയ്യുന്നു. ദൈവം മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതിനെല്ലാം റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ ദൈവം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഗോഡ് ഫ്രം ദി മെഷീൻ. ആ ദൈവത്തിനെ ഇറക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഡ്യൂസ് എക്സ് മെഷീന എന്ന് പറയുന്നത്. അതൊരു മെക്കാനിക്കൽ സൊല്യൂഷനാണ്. യൂറിപ്പിഡസ് ഈ ഒരു ടെക്നിക്കിനെ കൂടുതലും അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ ടുവേർഡ്സ് ഈ എൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. മെഡിയയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, മെഡിയ അവസാനം എസ്കേപ്പ് ചെയ്യുന്ന സൺ ഗോഡിൻ്റെ, സൂര്യഭഗവാന്റെ ചാരിയറ്റിലാണ് എസ്കേപ്പ് ചെയ്യുന്നത്, പണിഷ്മെൻറ്റിൽ നിന്ന് ഓടിപ്പോകുന്നത്. പിന്നെ അപ്പം ടുവേർഡ്സ് ദി എൻഡിൽ എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടിയാണ് ഗോഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെഷീൻ. കേട്ടോ. അരിസ്റ്റോട്ടിൽ പക്ഷേ പോയറ്റിക്സ് എന്നുള്ള വർക്കിനകത്ത് ഇതിനെ ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ലോജിക്കാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗോഡ് ഫ്രം ദ മെഷീൻ എന്നുള്ള ടെക്നിക്ക് എന്ന് ഇദ്ദേഹം പറയുന്നു, അരിസ്റ്റോട്ടിൽ പറയുന്നു. കാരണം ഗോഡ്സ് ആണ് ഫെയ്റ്റ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ. പിന്നെ ഷേക്സ്പിയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദ വിൻറ്റേഴ്സ് ടെയിലിനകത്ത്, സിംബലി എന്നുള്ള വർക്കിനകത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറസ് ഇൻ ഏൻഷ്യൻ ഗ്രീക്ക് ഡ്രാമ. കോറസ് ഒരു വൈറ്റൽ പാർട്ടാണ് ഏൻഷ്യൻ ഗ്രീക്ക് തിയേറ്ററിൽ. 12 to 15 പെർഫോമേഴ്സ് പാടുകയും ഡാൻസ് ചെയ്യുകയും സ്റ്റോറിയിലെ കാര്യങ്ങളെല്ലാം നറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓഡിയൻസും പ്ലേയും തമ്മിലൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നത് തന്നെ കോറസാണ്. ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻസിനെ കുറിച്ച് കമൻറ്റ് പറയുന്നു, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെയാണ് കോറസിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഏർലി ട്രാജഡീസിൽ കോറസ് വളരെ സെൻട്രൽ കഥാപാത്രമായിരുന്നു. പിന്നീടായപ്പോൾ അതായത് ആക്ടേഴ്സും ഡയലോഗ്സും ഒക്കെ കൂടിയപ്പോൾ എന്ത് ചെയ്തു, കോറസ് ഡിക്ലൈൻ ചെയ്തു. കോറസ് ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത് ഡയനീഷ്യസ് ഫെസ്റ്റിവലിലാണ് ഇത് ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത് തിയേറ്ററിൽ. പിന്നെ അപ്പോൾ കോറസ് ശരിക്കും പറഞ്ഞാൽ സൈഡ് പാസേജിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് അവർ ഓർക്കസ്ട്രയുടെ അവിടെ നിന്ന് പെർഫോം ചെയ്യുന്നു. ഒരു സർക്കുലർ ഡാൻസിങ് സ്പേസ് ഉണ്ട് അവർക്ക്. ആൻഡ് ഇത് പിന്നെ ആക്ടേഴ്സുമായിട്ടൊക്കെ ഡയലോഗിലൂടെ സോങ്ങിലൂടെ ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ലീഡർ ഓഫ് ദ കോറസിനെയാണ് നമ്മൾ കോറിഫേസ് എന്ന് വിളിക്കുന്നത്. ഈസ്കിലസിൻ്റെ ട്രാജഡീസിലൊക്കെ കോറസിന് വളരെ ഡൊമിനൻ്റ് ആയിട്ടുള്ള റോളാണ് ഉള്ളത്. സോഫോക്ലിസ് ആണ് കോറസിൻ്റെ സൈസ് കുറച്ചത്. യൂറിപ്പിഡസ് കോറസിന് കുറച്ചും കൂടി ലിറിക്കൽ ആൻഡ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ കൊടുത്തു. ഓക്കെ. അപ്പോൾ കോറസ് ശരിക്കും പറഞ്ഞാൽ സീൻ ബൈ സീനിലുണ്ടാകുന്ന ട്രാൻസിഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, അതിൻ്റെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കോറസാണ്. ഫിയർ, സിമ്പതി, മോറൽ ജഡ്ജ്മെൻ്റ് ഒക്കെ കോറസാണ് നൽകുന്നത്. പിന്നെ ഈഡിപ്പസ് റെക്സ് എന്നുള്ള പ്ലേക്കകത്ത് കോറസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തീബ്സ് എന്നുള്ള സ്ഥലത്തെ സിറ്റിസൺസിനെയാണ്. അരിസ്റ്റോഫനസിൻ്റെ കോമഡിക്കകത്തെല്ലാം കോറസ് പൊളിറ്റീഷ്യൻസിനെയും സൊസൈറ്റിയെയും മോക്ക് ചെയ്യുന്നു. ഓക്കെ.
കോറസിൻ്റെ പാട്ടുകളെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: സ്ട്രോഫെ, ആൻറ്റി സ്ട്രോഫെ ആൻഡ് എപ്പോഡ്. നെക്സ്റ്റ് വരുന്ന മിറക്കിൾ പ്ലേസ് ആണ്. മിറക്കിൾ പ്ലേസ് എന്ന് വെച്ചാൽ മെഡീവൽ റിലീജിയസ് ഡ്രാമാസ് ആണ്. സന്യാസിമാരുടെ അവരുടെ മിറക്കിൾസിനെ അവരുടെ ലൈഫിനെ കുറിച്ച് പറയുന്നതാണ്. യൂറോപ്പിൽ 12th and 15th സെഞ്ചുറിയിലായിരുന്നു ഇത് പെർഫോം ചെയ്തിരുന്നത്. ക്രിസ്ത്യൻ വാല്യൂസ് ഒക്കെ ടീച്ച് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഇത് പ്ലേ ചെയ്തിരുന്നത്. മിറക്കിൾ പ്ലേസ് ഫോക്കസ് ചെയ്തത് സെയിൻസിൻ്റെ ലെജൻഡറി സ്റ്റോറീസിനെ കുറിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ചർച്ച് യാർഡിൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസിലാണ് ഇത് കൂടുതൽ പ്ലേ ചെയ്തത്. ആൻഡ് ഇത് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലർജി പീപ്പിളോ അല്ലെങ്കിൽ ടൗൺ കൗൺസിൽ മെമ്പേഴ്സൊക്കെ ആയിരിക്കും. ഏർലിയസ്റ്റ് നോൺ മിറക്കിൾ പ്ലേ എന്ന് പറയുന്നത് ദ പ്ലേ ഓഫ് സെയിൻറ്റ് നിക്കോളാസ് ആണ്. കോസ്റ്റ്യൂമും സ്റ്റേജ് മിഷണറിയും എല്ലാം ഹെവൻലി വിഷസിനെ അല്ലെങ്കിൽ മിറക്കിൾസിനെ കാണിക്കുന്നു. ഗുഡിൻ്റെ ആ ഒരു ട്രയംഫ് ഓവർ ഈവിൾ, അതാണ് ഇതിനകത്ത് തീം എന്ന് പറയുന്നത്. സെയിൻസും ഏഞ്ചൽസും ഡെവൽസും ഓർഡിനറി പീപ്പിളും ഒക്കെയാണ് ക്യാരക്ടേഴ്സ്. ഇല്ലിറ്ററേറ്റ് പോപ്പുലേഷന് ക്രിസ്ത്യൻ സ്റ്റോറീസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പ്ലേ ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. റിലീജിയസ് അണ്ടർടോണും ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് അനഗ്നോറിസിസ് ആണ്. നേരത്തെ പറഞ്ഞ അനഗ്നോറിസിസ് എന്ന് വെച്ചാൽ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഡിസ്കവറി. അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഒരു ക്യാരക്ടർ അയാളുടെ ഐഡന്റിറ്റിയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള ട്രൂത്ത് പെട്ടെന്ന് മനസ്സിലാക്കുന്നു. അതാണ് അനഗ്നോറിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അനഗ്നോറിസിസ് കാരണം അയാളുടെ ഫോർച്യൂൺ അല്ലെങ്കിൽ അയാളുടെ ലൈഫ് കീഴ്മേൽ മറിയുന്നു. അതാണ് പെരിപ്പിറ്റിയ എന്ന് പറയുന്നത്, റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഈഡിപ്പസ് റെക്സിനകത്ത് ഈഡിപ്പസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ഇതുണ്ടായിരുന്നു, അതായത് ഒരു ഒറക്കലിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഡിപ്പസ് വലുതാവുമ്പോൾ ഈഡിപ്പസിൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്നു, അച്ഛനെ കൊല്ലുന്നു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തന്നെ ഈഡിപ്പസിൻ്റെ അച്ഛൻ ഈഡിപ്പസിനെ എടുത്ത് കളയുവാണ്. ഈഡിപ്പസിനെ വേറൊരാൾ വളർത്തി വലുതാക്കുന്നു. അപ്പോൾ എത്ര വലുതാക്കിയാലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അയാളുടെ ഹോംലാൻഡ് തേടി പോകുമല്ലോ. അങ്ങനെയാണ് ഈഡിപ്പസ് അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡിലോട്ട് വരുന്നത്. വഴിക്ക് വെച്ച് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, പിന്നെ ഈ രാജാവിനെ കാണുന്നു. അവർ തമ്മിലൊരു ഫൈറ്റ്, സ്വന്തം അച്ഛനെ കാണുന്നു. അച്ഛനാണെന്ന് അറിയാതെ അയാളെ അങ്ങ് കൊല്ലുവാണ്, രാജാവാണെന്ന് പോലും അറിയാതെ കൊല്ലുന്നു. എന്നിട്ട് ഇയാൾ ഇവിടെ ഈ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു സ്പിങ്സ് ഒരു റിഡിൽ കോമ്പറ്റീഷൻ നടത്തുവാണ്. ആ റിഡിലിനുള്ള ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രാജ്യവും കിട്ടും, രാജ്ഞിയെ കല്യാണം കഴിക്കാൻ കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിനുള്ള ഉത്തരവൊക്കെ ഇതാര് പറഞ്ഞു? ഈഡിപ്പസ് പറഞ്ഞു. അങ്ങനെ രാജ്യവും കിട്ടി, രാജ്ഞിയെ കല്യാണവും കഴിച്ചു. കുറച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് എന്ത് ചെയ്യുന്നു, ഈ കല്യാണം കഴിച്ചേക്കുന്ന സ്വന്തം അമ്മയാണെന്നും കൊന്നത് അച്ഛനെയാണെന്നുള്ളതും ഇത് അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസ് ആണെന്നുള്ളതും. ആ ഒരു ഡിസ്കവറിയാണ് ഇദ്ദേഹം എന്ത് ചെയ്തു, വീട് വിട്ട് ഇറങ്ങുകയാണ്. ഇദ്ദേഹം സ്വന്തമായിട്ട് ബ്ലൈൻഡ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഐസൊക്കെ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ അനഗ്നോറിസിസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പെരിപ്പിറ്റിയ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഫോർച്യൂൺ, അദ്ദേഹത്തിൻ്റെ ഫേറ്റ് കീഴ്മേൽ മറിയുന്നു, അയാൾ രാജ്യം വിട്ട് ഇറങ്ങി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ട്രാജഡീസിനകത്ത് മിക്കവാറും ഉള്ളതിനകത്ത് കഥാർസിസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പർഗേഷന്, പ്യൂരിഫിക്കേഷന് വഴിയൊരുക്കുന്നു. ആൻഡ് ഓഡിസി പിന്നെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനഗ്നോറിസിസ് എന്ന് പറയുന്നത്. ടുവേർഡ്സ് ദി ക്ലൈമാക്സ് ഓഫ് ദ പ്ലേ ആണ് മിക്കവാറും അനഗ്നോറിസിസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പ്ലോട്ട് ഓഫ് ഈഡിപ്പസ് റെക്സ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞു തന്നെ അതൊരു ട്രാജഡിയാണ്. സോഫോക്ലസ് എഴുതിയ കിങ് ഓഫ് ഈഡിപ്പസ് ഓഫ് തീബ്സിൻ്റെയും അയാളുടെ ട്രാജിക് ഡിസ്കവറിയെക്കുറിച്ചുമാണ് പറയുന്നത്. അതായത് തീബ്സ് എന്നുള്ള സ്ഥലത്ത് ഒരു പ്ലേഗ് വന്നു. അപ്പോൾ ആ പ്ലേഗിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സ്പിങ്സ്, അതായത് മനുഷ്യൻ്റെ തലയും ദേഹം എന്ന് പറയുന്നത് എന്താണ്? സിംഹത്തിൻ്റെ ദേഹം അല്ല ആനിമലിൻ്റെ ദേഹം എന്ന് പറഞ്ഞത് അതാണ് സ്പിങ്സ്. ആ സ്പിങ്സ് എന്ത് ചെയ്യുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, റിഡിലിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്ഞിയെ കല്യാണം കഴിക്കാം, രാജ്യം കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറയുന്നു. അങ്ങനെ ഈഡിപ്പസ് എന്ത് ചെയ്യുവാണ്, അപ്പോൾ ആ സമയത്താണ് എന്ത് പറ്റിയതെന്ന് വെച്ചാൽ ഇദ്ദേഹം വഴി വെച്ച് ഇദ്ദേഹത്തിൻ്റെ രാജാവിനെ കാണുകയും രാജാവാണെന്ന് അറിയാതൊക്കെ കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. ആ രാജാവിൻ്റെ പേര് ലയസ് എന്നാണ് കേട്ടോ. ആൻഡ് അദ്ദേഹം പിന്നെന്താണ് അവിടെ വെച്ചിട്ട് ഈഡിപ്പസ് എന്ത് ചെയ്യുവാണ്, ഒരു ടൈറീഷ്യസ് എന്ന് പറഞ്ഞൊരു ബ്ലൈൻഡ് പ്രോഫറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ടൈറീഷ്യസ് പറയുന്നുണ്ട് ഈഡിപ്പസ് ഗിൽറ്റി ആണെന്നുള്ളത്. ഈഡിപ്പസ് ഡിനൈ ചെയ്യുന്നു. രാജ്ഞിയൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് പിന്നീടാണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈഡിപ്പസിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ലയസ് ആണെന്നും അമ്മയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, അമ്മയുടെ പേര് ജൊക്കാസ്ത എന്നാണെന്നുള്ളത്. ജൊക്കാസ്ത ഇത് അറിയുമ്പോഴേ തന്നെ ഷീ കിൽസ് ഹെർസെൽഫ്. ഈഡിപ്പസ് സ്വന്തമായിട്ട് ബ്ലൈൻഡ് ചെയ്യുവാണ്, കണ്ണെല്ലാം കുത്തിപ്പൊട്ടിക്കുകയാണ് അയാളുടെ ബ്രൂച്ച് വെച്ചിട്ട്, പിന്നെ പോലൊരു സംഭവം വെച്ചിട്ട്. ഗിൽറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹം തീബ്സിൽ നിന്ന് സ്വയമേ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പ്ലേ എൻഡ് ചെയ്യുന്നത് കോറസ് വോൺ ചെയ്യുവാണ്. പ്ലോട്ട് എന്ന് പറയുന്ന പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് അരിസ്റ്റോട്ടലിൻ്റെ ട്രാജിക് സ്ട്രക്ചർ. ഹമേർഷ്യയുണ്ട്, പെരിപ്പിറ്റിയുണ്ട്, അനഗ്നോറിസിസ് ഉണ്ട്. അപ്പോൾ ആ ഫേറ്റിൻ്റെ ഇന്നവിറ്റബിലിറ്റിയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് കോമഡി ഓഫ് മാനേഴ്സ് ആണ്. ഈ അപ്പർ ക്ലാസ് പീപ്പിളിൻ്റെ ഹിപ്പോക്രസിയും അതിനെയൊക്കെ സറ്ററൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ് എന്താണ് കോമഡി ഓഫ് മാനേഴ്സ്. റിസ്റ്റോറേഷൻ പീരീഡിലാണ് ഇത് വന്നത് ഇംഗ്ലണ്ടിൽ.
എന്താ പറയുക, വിറ്റ് സ്റ്റൈല് അല്ലെങ്കിൽ കുറച്ച് വെർബൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് പ്ലോട്ടിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡയലോഗ്സാണ് കൂടുതലും ഉള്ളത്. ലവ്, മാരേജ്, അഡൾട്ടറി, റെപ്യൂട്ടേഷൻ, ഇതിലാണ് തീംസ് ആയിട്ട് വരുന്നത്. ക്യാരക്ടേഴ്സ് മിക്കവാറും ഉള്ളതെല്ലാം വളരെ ഫേക്കായിട്ട് അഭിനയിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ലേഡീസൊക്കെ വളരെ വിറ്റി ക്യാരക്ടേഴ്സ് ആയിരിക്കും. പിന്നെ എന്താണ്, അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി, അതാണ് ഇതിനകത്ത് തീം പ്ലേ എക്സ്പ്ലോർ ചെയ്യുന്നത്. വില്യം കോൺഗ്രീവ്, ജോർജ് എത്രേജ് ഒക്കെയാണ് കീ പ്ലേ റൈറ്റ്സ്. വില്യം കോൺഗ്രീവിൻ്റെ ദ വേ ഓഫ് ദ വേൾഡും പിന്നെന്താണ് വിഷോളിയുടെ ദ കൺട്രി വൈഫ് എന്ന് പറയുന്നതും എന്താണ് ഇതിന് പിന്നെ കോമഡി ഓഫ് മാനേഴ്സിന് വലിയ എക്സാമ്പിളാണ് കേട്ടോ. സറ്റേറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇമ്മോറലായിട്ടുള്ള രീതിയിലുള്ള തീംസ് ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ റിച്ചാർഡ് ബി ഷെർഡൻ വന്നപ്പോഴാണ് കോമഡി ഓഫ് മാനേഴ്സ് കുറച്ചും കൂടി വൃത്തിയായത്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ദ സ്കൂൾ ഫോർ സ്കാൻഡൽ ആണ്. കോമഡി ഓഫ് മാനേഴ്സ് ഈ അർബൻ സെറ്റിങ്സിൽ അപ്പർ ക്ലാസ് ലൈഫിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് എന്നുള്ള ഓസ്കർ വൈൽഡിൻ്റെ പ്ലേയും ഉണ്ട്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബ് തിയേറ്റർ എങ്ങനെയാണ് ഫേമസ് ആയത്. ഗ്ലോബ് തിയേറ്റർ ഫേമസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തൻ സമയത്താണ് വില്യം ഷേക്സ്പിയറിൻ്റെ പ്ലേയിങ് കമ്പനിയായിട്ടുള്ള ലോർഡ് ചേംബർലൻ സ്പെൻ ആണ് ഇത് ബിൽഡ് ചെയ്തത്. ഈ തിയേറ്റർ ഷേക്സ്പിയറിൻ്റെ പ്ലേസിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രൈമറി പെർഫോമൻസ് സ്പേസ് ആയിരുന്നു. 3000 സ്പെക്ടേഴ്സിന് ഇരിക്കാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതുക. ഹെൻറി VIII പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് തീ വന്ന് നശിച്ചു. 1614 ഇത് വീണ്ടും റീബിൽഡ് ചെയ്തു. 1642 ഇതിനെ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ പിന്നെ ഇതിനകത്തെന്ന് പറയുന്നത് ട്രാപ്പ് ഡോർസ്, ബാൽക്കണീസ്, സ്പെഷ്യൽ എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പെർഫോമൻസസ് എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആക്ടിങ്, മ്യൂസിക്, വളരെ സ്റ്റേജ് എഫക്റ്റ് ഒക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. ട്രാജഡി, കോമഡി, ഹിസ്റ്ററി പ്ലേസ് എല്ലാം ഇതിനകത്ത് തന്നെയാണ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. തിയേറ്റർ ഒരു ഒക്ടഗണൽ ഷേപ്പിലാണ്, ഓപ്പൺ റൂഫാണ് ഉള്ളത്. ഒരു ഫ്ലാഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ബ്ലാക്ക് ഫ്ലാഗ് ആണ് കെട്ടിയിരിക്കുന്നതെങ്കിൽ അത് ട്രാജഡി ആണെന്നും, വൈറ്റ് ആണെങ്കിൽ കോമഡി ആണെന്നും, റെഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഹിസ്റ്ററി പ്ലേ ആണെന്നും കാണിച്ചിരുന്നു, അതായത് ബിഫോർ ദ പ്ലേ. പിന്നെ എന്താ പറയുക, പിന്നെ വളരെ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ളതാണ്. 5 ആക്ട് സ്ട്രക്ചർ ഓഫ് ഡ്രാമയൊക്കെ ഇതിനകത്താണ് ആദ്യമായിട്ട് വന്നത് കേട്ടോ. 1997 ന്യൂ ഗ്ലോബ് തിയേറ്റർ എന്ന് പറഞ്ഞ് പുതിയൊരു രീതിയിൽ ഗ്ലോബ് തിയേറ്ററിനെ റിന്യൂ ചെയ്തു. നെക്സ്റ്റ് സ്പാനിഷ് ട്രാജഡി, എക്സാമ്പിൾ ഓഫ് റിവെഞ്ച് ട്രാജഡിയാണ് തോമസ് കിഡ്. അപ്പോൾ ഇതിനകത്ത് റിവെഞ്ച് ട്രാജഡി ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് ഉണ്ട്, ഗോസ്റ്റ് ഉണ്ട്, സൂപ്പർ നാച്ചുറൽ ഒക്കറൻസസ് ഉണ്ട്, മാഡ്നെസ് ഉണ്ട്, ക്യാരക്ടേഴ്സ് മാഡായി മാറുന്നുണ്ട്, പേഴ്സണൽ റിവെഞ്ച് വരുന്നുണ്ട്, പ്ലേ വിത്തിനെ പ്ലേ ടെക്നിക്സും ഉണ്ട്. അപ്പം പ്രൊട്ടാഗണിസ്റ്റിൻ്റെ മകനെ കൊന്നുകൊണ്ട് പ്രൊട്ടാഗണിസ്റ്റ് എന്ത് ചെയ്യുവാണ്, ലാസ്റ്റ് എല്ലാവരെയും കൊല്ലുവാണ്, അവർക്ക് വേണ്ടി റിവെഞ്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഹാംലെറ്റ് എന്ന് പറയുന്നതും എന്താണ്, ഒരു കൈൻഡ് ഓഫ് റിവെഞ്ച് ഡ്രാമയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇത് ഒരു ക്വസ്റ്റ്യനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും. അടുത്തത് നവരസാസ് ആണ്. നവരസാസ് എന്ന് പറയുമ്പോൾ 9 ഇമോഷൻസ് അല്ലെങ്കിൽ 9 എസൻസസ് എന്നാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് നവരസ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് വന്നത്. ആൻഡ് ഇമോഷൻസ് ആണ് ഇന്ത്യൻ പെർഫോമിംഗ് ആർട്സിൻ്റെ എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ. ഡാൻസ് ആണെങ്കിലും ഡ്രാമയാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും. അപ്പോൾ ഈ രസ എന്നുള്ളതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഇമോഷണൽ എക്സ്പീരിയൻസ് ഇവോക്ക് ചെയ്യുക ഓഡിയൻസിൻ്റെ ഇടയിൽ. അപ്പോൾ ഈച്ച് രസ എന്ന് പറയുന്ന ഓരോ ഭാവവുമായിട്ട് കറസ്പോണ്ടിങ് ആണ്. ഭാവ എന്ന് വെച്ചാൽ ഇമോഷൻസ് അല്ലെങ്കിൽ മൂഡ്, ആക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ 9 രസാസ് എന്ന് പറയുന്നത് ശൃംഗാര, ഹാസ്യ, കരുണ, രൗദ്ര, വീര, ഭയങ്കര, ഭീബൽസ, അത്ഭുത ആൻഡ് ശാന്ത. ഇപ്പോൾ ശൃംഗാര രസ എന്ന് പറയുന്നത് ലവ് ആൻഡ് ബ്യൂട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ റൊമാൻസിൽ നിന്നാണ് വരുന്നത്. ഹാസ്യരസ എന്ന് വെച്ചാൽ ജോയ് ആൻഡ് ഹ്യൂമർ. കരുണരസ എന്ന് വെച്ചാൽ സോറോ അല്ലെങ്കിൽ കമ്പാഷൻ. രൗദ്രം എന്ന് വെച്ചാൽ എന്താണ്, അഗ്രഷൻ അല്ലെങ്കിൽ റേജ്. വീരരസ എന്ന് വെച്ചാൽ കറേജ് അല്ലെങ്കിൽ മോറൽ സ്ട്രെങ്ത്. ഭയങ്കര രസ ഭയാനക രസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ അല്ലെങ്കിൽ ടെറർ. ബീബൽസ എന്ന് വെച്ചാൽ എന്താ, ഡിസ്ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വെറുപ്പ്. ആൻഡ് അത്ഭുത രസ എന്ന് വെച്ചാൽ അസ്റ്റോണിഷ്മെൻറ്റ്. ശാന്തരസ എന്ന് വെച്ചാൽ പീസ്, സ്പിരിച്വൽ പീസ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ ഹ്യൂമൻ ഇമോഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. കഥകളി, കൂടിയാട്ടം, ഭരതനാട്യം, ഇതിനകത്തൊക്കെ രസമുണ്ട്. ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് തന്നെ രസയാണ്. ഈച്ച് രസ എന്ന് പറയുന്ന അഭിനയത്തിലൂടെയാണ് അല്ലെങ്കിൽ എക്സ്പ്രഷനിലൂടെയാണ് കൺവേ ചെയ്യുന്നത്. ആർട്ടിസ്റ്റ് ഫേഷ്യൽ കൺട്രോളും ജസ്റ്ററും വോയിസും എല്ലാം ഇതിനു വേണ്ടി പെർഫെക്റ്റ് ആക്കി എടുക്കുന്നു. പിന്നെന്താണ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നവരസാസിനകത്ത് വരുന്നത്. ഇനി നാട്യശാസ്ത്ര, അതൊരു ഏൻഷ്യൻ സാൻസ്ക്രിറ്റ് വർക്കാണ്. ഭരതമുനിയാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ 5th വേദ എന്നാണ് നാട്യശാസ്ത്രത്തിനെ പറയുന്നത്. കാരണം ഡാൻസും ഡ്രാമയും മ്യൂസിക്കിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട് ഇതിനകത്ത്. 36 ചാപ്റ്റർ ഉണ്ട്, 6000 വേഴ്സ് ഉണ്ട്.
പെർഫോമൻസിനെ കുറിച്ച് എല്ലാ ആസ്പെക്ട് ഓഫ് പെർഫോമൻസിനെ കുറിച്ചുമാണ് ഇത് പറയുന്നത്. ആക്ടിങ്, സ്റ്റേജ് ഡിസൈന്, മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, ഓഡിയൻസ് റെസ്പോൺസ്. രസ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇത്. ഭരത ബിലീവ് ദാറ്റ് തിയേറ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ക്രിയേഷനാണ്, ടു എൻ്റർടൈൻ ചെയ്യാനും എഡ്യൂക്കേറ്റ് ചെയ്യാനും ഹ്യൂമാനിറ്റിയെ. പ്ലേയെ 10 ടൈപ്പ് ആയിട്ട് പ്ലേയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മൈനർ ഫോംസും ഉണ്ട്, മേജർ ഫോംസും ഉണ്ട്. മേജർ ഫോംസിനെ രൂപകമായിട്ടും മൈനർ ഫോംസിനെ ഉപരൂപകങ്ങളുമായിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അഭിനയ എന്നുള്ളതിനെയാണ് മെത്തേഡ് ഓഫ് എക്സ്പ്രഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അഭിനയയുടെ 4 കൈൻഡ്സ് ആണ്: അംഗിക, വാചിക, ആഹാര്യ, സാത്വിക. നവരസങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. മ്യൂസിക്കും ഡാൻസും ഇൻറ്റഗ്രൽ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് 7 ടൈപ്സ് ഓഫ് മേക്കപ്പ് ഇൻ കഥകളി. കഥകളി എന്ന് പറയുന്നത് കേരളത്തിലെ ക്ലാസിക്കൽ ഡാൻസ് ഡ്രാമയാണ്. ഇലാബറേറ്റ് ആയിട്ടുള്ള മേക്കപ്പ് അല്ലെങ്കിൽ വേഷമാണ് ഓരോ ക്യാരക്ടറിനും ഉള്ളത്. മേക്കപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ക്യാരക്ടറിൻ്റെ മോറൽ അല്ലെങ്കിൽ ഇമോഷണൽ നേച്ചർ എന്തുവാണെന്നുള്ളത്. 7 മെയിൻ ടൈപ്സ് ഓഫ് കഥകളി മേക്കപ്പ് ഉണ്ട്. പച്ച എന്ന് വെച്ചാൽ ഗ്രീൻ കളറിലെ ഫേസ് പെയിൻറ്റ് വരുന്നത്. ആ ക്യാരക്ടർ നോബിൾ ആയിരിക്കും, ഹീറോയിക് ആയിരിക്കും. കൃഷ്ണൻ അല്ലെങ്കിൽ രാമൻ. എക്സാമ്പിൾസ്: ഗ്രീൻ ഫേസും റെഡ് ലിപ്സും വൈറ്റ് ചുട്ടി ബോർഡേഴ്സും ആയിരിക്കും. അടുത്തത് കത്തി എന്നുള്ളതാണ്. കത്തി എന്ന് വെച്ചാൽ നൈഫ്, അതായത് അറഗൻ്റ് അല്ലെങ്കിൽ ഈവിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. രാവണ അല്ലെങ്കിൽ ദുര്യോധന. ഫേസ് ഗ്രീൻ ആയിരിക്കും, പക്ഷേ റെഡ് സ്ട്രീക്സ് കാണും, വൈറ്റ് നോബ്സും കാണും. താടിയാണ് അടുത്തത്, ബിയേർഡ്. 3 ടൈപ്സ് ഉണ്ട്. വെള്ളത്താടിയുണ്ട്, ചുവന്ന താടിയുണ്ട്, കറുത്ത താടിയുണ്ട്. വെള്ളത്താടി എന്ന് പറയുന്നത് ഡിവൈൻ ബീയിങ്സിനെ, ഹനുമാനെ കാണിക്കുന്നു. ചുവന്ന താടി എന്ന് പറയുന്നത് ഡീമോൺസിനെ അല്ലെങ്കിൽ അസുരാസിനെ കാണിക്കുന്നു. കറുത്ത താടി എന്ന് പറയുന്നത് ഹണ്ടേഴ്സിനെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിനെ കാണിക്കുന്നു. പിന്നെ വരുന്നത് മിനുക്കാണ്. മിനുക്ക് എന്ന് വെച്ചാൽ സോഫ്റ്റ് നാച്ചുറൽ മേക്കപ്പ് യൂസ്ഡ് ഫോർ വിമൻ അല്ലെങ്കിൽ സേജസ്. ഒരു യെല്ലോ അല്ലെങ്കിൽ സാഫ്രൺ ബേസ് ആയിരിക്കും ഇതിനുള്ളത്. അടുത്ത കരി, ബ്ലാക്ക് മേക്കപ്പ് ആണ് കരി എന്ന് പറയുന്നത്. അത് ഈവിൾ വിമനെ അല്ലെങ്കിൽ ഷീ ഡിമൻസിനെ, അതായത് ശൂർപ്പടകയെ പോലുള്ളവരെ കാണിക്കുന്നു. അടുത്തത് ചുട്ടിയാണ്. വൈറ്റ് റൈസ് പേസ്റ്റ് പൗഡറാണ് ചുട്ടി. ഫേഷ്യൽ എക്സ്പ്രഷൻസിനെ എൻഹാൻസ് ചെയ്യുന്നു. പിന്നെ കളേഴ്സ് എല്ലാം കോക്കനട്ട് ഓയിലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. മേക്കപ്പിന് ഒരുപാട് മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. ഒരുപാട് ഡിസിപ്ലിൻഡ് ആണ് ഇതെല്ലാം. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിക് തിയേറ്റർ ആണ്. എപ്പിക് തിയേറ്റർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എപ്പിക് തിയേറ്റർ എന്താണെന്നുള്ളതൊക്കെ. ആൻഡ് അടുത്തത് കഥാർസിസ് ആണ്. കഥാർസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസിനെ പ്യൂരിഫൈ ചെയ്യുക അല്ലെങ്കിൽ പർഗേഷൻ നടത്തുക, അതായത് ക്ലെൻസിങ് ഓഫ് ഇമോഷൻസ്. ഓഡിയൻസ് ഇൻറ്റൻസ് ഇമോഷൻസ് വരുമ്പോൾ അവർ ആ ഹീറോയുടെ സഫറിങ്ങിലൂടെ അവർ ആ ഹീറോ സഫർ ചെയ്യുന്ന കാണുമ്പോൾ ഓഡിയൻസിൻ്റെ മൈൻഡിലൊരു സിമ്പതി അല്ലെങ്കിൽ എമ്പതി ഫീൽ ചെയ്യുമല്ലോ. സോ അവിടെ ആ ഇമോഷൻസ് ക്ലെൻസ് ആവുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അരിസ്റ്റോട്ടിൽ പൊയറ്റിക്സിനകത്ത് യൂസ് ചെയ്ത വാക്കാണ് കഥാർസിസ്. ബോത്ത് സൈക്കോളജിക്കലി മോറലിയും ക്ലെൻസ്ഡ് ആവുമെന്നാണ് പറയുന്നത്. അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ക്യാരക്ടറിൻ്റെ സഫറിങ് അതേപോലെ മനസ്സിലാവുന്നു. സോ അവർ കരയുന്നു അല്ലെങ്കിൽ സങ്കടപ്പെടുന്നു അല്ലെങ്കിൽ പേടിക്കുന്നു. ഓക്കെ.